നിന്നനിൽപ്പിൽ കുതിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ബി.ജെ.പി എന്ന പാർട്ടിയുടെ വളർച്ച വലിയ അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടിരിക്കുന്നത്. ഭക്തി എന്ന ഒറ്റ ലേബലിൽ അവർ പടർന്ന് പന്തലിച്ച ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എതിരാളികളില്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്നു. ബി.ജെ.പിയിലേക്കൊരു ബോണ്ടുകളും ഫണ്ടുകളും സംഭാവനകളും കുമിഞ്ഞുകൂടുമ്പോൾ അവരെ തകർക്കാൻ ഇറങ്ങുന്നവർ ഒന്ന് ഇരുത്തി ചിന്തിക്കും. അത്തരത്തിൽ വലിയൊരു കണക്കാണിപ്പോൾ ADR റിപ്പോർട്ട് വഴി കിട്ടിയിരിക്കുന്നത്. 2023-24 6 ദേശീയ പാർട്ടികളുടെ മൊത്തം വരുമാനത്തിന്റെ 75% 4300 കോടി രൂപയുമായി ബി.ജെ.പി കൈവശപ്പെടുത്തിയെന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് അന്താളിപ്പുണ്ടാക്കുകയാണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ബി.ജെ.പിയുടെ വരുമാനം 4340.47 കോടി രൂപയായി. മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ 83.85% വളർച്ചയാണത്. 6 ദേശീയ പാർട്ടികളുടെ മൊത്തം വരുമാനത്തിന്റെ 75%-ഓളം വരുമിത് എന്നാണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സ് അഥവാ ADR റിപ്പോർട്ട് പറയുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 1225.11 കോടി രൂപയുടെ വരുമാനവുമായി തൊട്ടുപിന്നിൽ കോൺഗ്രസുമുണ്ട്. 2022-23 വർഷത്തേക്കാൾ 772.74 കോടി രൂപ അഥവാ 170.82% വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. CPIM 167.63 കോടി രൂപ വരുമാനം പ്രഖ്യാപിച്ചു. തൊട്ടുപിന്നാലെ BSP 64.77 കോടി രൂപയും AAP 22.68 കോടി രൂപയും NPP 22.44 ലക്ഷം രൂപയുമായിട്ട് മൂന്നാം സ്ഥാനത്തെത്തി. 6 ദേശീയ പാർട്ടികൾക്കും സ്വമേധയാ നൽകിയ സംഭാവനകളാണ് പ്രധാന സംഭാവന. ബി.ജെ.പിക്ക് 3167.14 കോടി രൂപയും കോൺഗ്രസിന് 1129.66 കോടി രൂപയും CPIM-ന് 74.86 കോടി രൂപയും AAPക്ക് 22.13 കോടി രൂപയും NPPക്ക് 17.69 ലക്ഷം രൂപയും ഈ രീതിയിൽ ലഭിച്ചു. ഇതിൽ ബി.ജെ.പിക്ക് 1665.62 കോടി രൂപ അഥവാ അവരുടെ മൊത്തം വരുമാനത്തിന്റെ 38.84% ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ലഭിച്ചപ്പോൾ കോൺഗ്രസിന് 828.36 കോടി രൂപ അതായത് 67% ലഭിച്ചു. AAP ഇലക്ട്രൽ ബോണ്ടുകൾ, ഇലക്ട്രൽ ട്രസ്റ്റുകൾ എന്നിവയിലൂടെ 10.15 കോടി രൂപ CPI, BSP, NPP എന്നിവർ ഇപ്പോൾ പ്രവർത്തനരഹിതമായ ബോണ്ട് വഴി ഒരു സംഭാവനയും സ്വീകരിച്ചിട്ടില്ല. ബി.ജെ.പിയുടെ മറ്റൊരു പ്രധാന വരുമാന സ്രോതസ് നിക്ഷേപ പലിശയായ 369.03 കോടി രൂപയായിരുന്നു. അതേസമയം കോൺഗ്രസ് കൂപ്പണുകൾ വിതരണം ചെയ്തുകൊണ്ട് 58.55 കോടി രൂപ സമാഹരിച്ചു. CPM-ന്റെ 49.08 കോടി രൂപ പാർട്ടി ലൈവിലൂടെയും സബ്സ്ക്രിപ്ഷനിലൂടെയും ലഭിച്ചു. BSPയുടെ പ്രധാന വരുമാന സ്രോതസ് ബാങ്ക് പലിശയായ 38.18 കോടി രൂപയായിരുന്നു. ബി.ജെ.പി, കോൺഗ്രസ്, CPI എന്നീ പാർട്ടികളുടെ വരുമാനത്തിൽ വർധനവുണ്ടായപ്പോൾ AAP, NPP, BSP എന്നിവയുടെ വരുമാനത്തിലും 2022-23 അപേക്ഷിച്ച് കുറവ് രേഖപ്പെടുത്തി. AAPയും കോൺറോഡ് സാങ്മയുടെ നേതൃത്വത്തിലുള്ള NPPയും ഈ സാമ്പത്തിക വർഷത്തിൽ അവരുടെ വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവഴിച്ചതായിട്ടും ADR വിശകലനം കാണിച്ചിട്ടുണ്ട്. AAP അവരുടെ വരുമാനത്തെക്കാൾ 34.09 കോടി രൂപ അഥവാ 50.34% കൂടുതൽ ചെലവഴിച്ചു. NPP 1.13 കോടി രൂപ അഥവാ 407.58% ചെലവഴിച്ചു. മറ്റ് 4 പാർട്ടികളും അവരുടെ ചെലവ് നിയന്ത്രണത്തിലാക്കി. ബി.ജെ.പിയുടെ ചെലവ് 2211.69 കോടി രൂപ അഥവാ അവരുടെ മൊത്തം വരുമാനത്തിന്റെ 50.96%. അതേസമയം കോൺഗ്രസ് ചെലവഴിച്ചത് 1225.11 കോടി രൂപയിൽ നിന്നും 83.69% അഥവാ 1025.24 കോടി രൂപ. CPI 127.28 കോടി രൂപ. BSP 43.18 കോടി രൂപ അഥവാ 66.67% ചെലവഴിച്ചു. ബി.ജെ.പിയുടെ ഏറ്റവും ഉയർന്ന ചെലവ് തിരഞ്ഞെടുപ്പ് പൊതുപ്രചാരണത്തിനായിട്ട് 1754.06 കോടി രൂപയും ഭരണപരമായ ചെലവുകൾക്കായി 349.71 കോടി രൂപയുമാണ് ചെലവഴിച്ചിട്ടുള്ളത്. കോൺഗ്രസ് പരമാവധി ചെലവഴിച്ചത് 619.67 കോടി രൂപയാണ്. തിരഞ്ഞെടുപ്പ് ചെലവുകൾക്കായിട്ട് 619.67 കോടി രൂപ. തുടർന്ന് ഭരണപക്ഷവും പൊതുവുമായ ചെലവുകൾക്കായിട്ട് 340.70 കോടി രൂപ. CPIM പരമാവധി ചെലവഴിച്ചത് ഭരണപരവും പൊതുവായ കാര്യങ്ങൾക്കുമായിട്ട് 56.29 കോടി രൂപയും
ജീവനക്കാരുടെ ചെലവുകൾക്കായിട്ട് 47.57 കോടി രൂപയും ചെലവഴിച്ചതായിട്ട് ADR റിപ്പോർട്ട് വ്യക്തമാക്കുകയാണ്.